സുഖമായിട്ടിരിക്കണം എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ചെയ്യണേ. സ്കിൻ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഫേസിനല്ല, നമ്മുടെ കൈയും കാലൊക്കെ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല ഒരു മെത്തേഡ്. സൂപ്പർവായിട്ട് മെത്തേഡാണ്. അതുമാതിരി ടാൻ മാത്രമല്ല, അങ്ങനെ കൈ ഇങ്ങനെ ചുളിഞ്ഞിരിക്കില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് കൈമേക്ക് ചുളിവ് വന്നിട്ട്, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ സോപ്പൊക്കെ ഉപയോഗിച്ച് പാത്രമൊക്കെ കഴുകുമ്പോൾ പെട്ടെന്ന് ചുളിയും. അപ്പോൾ അങ്ങനത്തെ ചുളിവൊക്കെ നമുക്ക് വേഗത്തിൽ മാറും. അതായത് ഇത് അപ്ലൈ ചെയ്ത് കഴുകി കളയുമ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നും ആ ചുളിവിനൊക്കെ. ചിലവരുടെ കൈ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഷായിരിക്കും. ഇവിടുത്തെ ഈ സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു മൊരുമ്പം മാതിരി, അതായത് പരിക്കം പോലെയൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും നമ്മുടെ കൈക്കൊക്കെ ഒരു നല്ലൊരു ബ്രൈറ്റനിങ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്സാണ്. കൈക്ക് മാത്രമല്ല കാലിനും ചെയ്യാം. കൈ മെയിനായിട്ട് സംരക്ഷണം, അതാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു ന്യൂ മെത്തേഡാട്ടോ, നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് എഗ്ഗിൻ്റെ യെല്ലോ അല്ലേ, യോക്ക്, അതാണ് മഞ്ഞയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ചുളിവൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് കുറവാണെങ്കിലൊക്കെ എഗ്ഗിൻ്റെ മഞ്ഞ, അതായത് മുട്ടയുടെ മഞ്ഞ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് മാറാനായിട്ട്. നമുക്ക് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ, നമ്മുടെ കയ്യിലുള്ള എണ്ണ ഏതാണെങ്കിലും. ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നിലാസ് ഹെർബ്സിൻ്റെ സ്കിൻ കെയർ ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നെക്സ്റ്റ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. അപ്പോൾ ഇത് കട്ട പിടിച്ചുകൊണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കണേ. തേൻ ഏകദേശം 1-1.5 സ്പൂണിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വെച്ച് വല്ല ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് എന്താ പറയുക, ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് കുറച്ചും കൂടി നന്നായിട്ട് അത് ആ ഒരു മിക്സ് അബ്സോർബ് ചെയ്യാനും പിടിക്കാനൊക്കെ ആ ഒരു റിസൾട്ടിനൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ, ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യണേ കേട്ടോ. സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, മുട്ടയുടെ മഞ്ഞ ഭയങ്കര തിക്കല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുട്ടയുടെ മഞ്ഞ തന്നെ എടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുകയും കൂടി ചെയ്യും. ഒപ്പം നമ്മുടെ സ്കിന്നിലത്തെ ഈ കൈയൊക്കെ ഉണ്ടാവും, ചിലരുടെ കണ്ടിട്ടില്ലേ ഭയങ്കര ചുളിഞ്ഞ് ഇങ്ങനെ. എൻ്റെ അടുത്ത് പറയാറുണ്ട് മിക്കവരും, കൂടുതൽ അമ്മമാരാണ് പറയുക കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുളിഞ്ഞിരിക്കണു എന്നുള്ളത്, അവിടുത്തെ സ്കിന്ന് മാത്രം. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്, നമുക്കത് കയ്യിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിക്കുകയും പിന്നെ ആഴ്ചയിൽ ഒരു സ്ക്രബ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ബാത്ത് പൗഡർ ഉപയോഗിക്കുകയും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ അത്തരം ഇഷ്യൂസ് കൂടുതലില്ല എന്ന് പറയുന്നുള്ളൂ. തീരില്ല എന്നല്ല, അങ്ങനെ മനുഷ്യനാകുമ്പോൾ ചുളിവൊക്കെ വരും, സാധാരണയാണ്. പക്ഷേ നമ്മൾ അതിനെ കെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു പരിധി വരെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്കിത് ഫുൾ ബോഡി ചെയ്യാം. ഞാനിപ്പോൾ കൈമയാണ് ചെയ്യുന്നത്. നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. എല്ലാവിടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ തേൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് സ്മൂത്തൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും എണ്ണയാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ കെയർ ഓയിലാണെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ടാൻ റിമൂവിങ്ങിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവിടെയും ഇങ്ങനെ ഈ ഒരു മിക്സ് നിങ്ങളധികം കണ്ടിട്ടുണ്ടാവില്ലേ. പക്ഷെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എഗ് വൈറ്റ് നമുക്ക് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അതേപോലെ ഫേസിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻപ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന്. സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളിതിൽ എണ്ണ ചേർത്തുകൊണ്ട് തേനും ഉള്ളതുകൊണ്ട് ഒരു ഗ്ലോയിങ് പോലെ ഇരിക്കും. നമുക്കങ്ങനെ ഉണങ്ങിയതായിട്ട് ഇങ്ങനെ വെള്ളം ഫുള്ള് ഇങ്ങനെ അബ്സോർബായി പോയ പോലെ കാണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇത് കഴുകാനായിട്ടാണ് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കുക, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കഴുകുമ്പോൾ കുറേയധികം വെള്ളം വേണ്ട കേട്ടോ, 1/2 ഗ്ലാസ് വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആപ്പിൾ സൈഡർ വിനിഗർ ഇല്ലേ, അത് വേണം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ഫുള്ള് ലെമൺ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ സെയിം അളവ്, അതായത് 1/2 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആപ്പിൾ സൈഡർ വിനിഗറാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫുള്ള് ലെമൺ എടുത്തിട്ട് അതിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ആപ്പിൾ സൈഡർ വിനിഗർ ഇല്ലെങ്കിൽ കേട്ടോ, ലെമൺ ജ്യൂസ് ഒരു ഫുള്ള് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈ അപ്ലൈ ചെയ്തത് കൈയാണെങ്കിൽ കൈ നമുക്കിങ്ങനെ എന്താ പറയുക, വെള്ളം ഒഴിച്ച് പതുക്കനെ റിമൂവ് ചെയ്തെടുക്കുക. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ആദ്യം റിമൂവ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാനൊക്കെ ഇൻസ്റ്റൻ്റ്ലി റിമൂവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു മിക്സ്. അപ്പോൾ ആപ്പിൾ സൈഡർ വിനിഗറും വെള്ളവും ഒരേ അളവെടുക്കുക. ലെമൺ ആണെങ്കിൽ ഒരു ലെമൺ ഫുള്ള് പിഴിഞ്ഞെടുക്കുക, 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. നന്നായിട്ട് ഈ കുറച്ച് വെള്ളത്തിൽ ആദ്യം കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു സ്മൂത്തൻസും, അതായത് നമ്മുടെ ആ ഒരു ചുളിവൊക്കെ മാറി ഭയങ്കര പരിക്കനായിട്ടുള്ള സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവുന്നതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി, എന്നൊന്നും ചെയ്യണ്ട. പറ്റുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഭയങ്കരമായിട്ട് ഇഷ്യൂ
മീൻസ് നിങ്ങളുടെ കയ്യിലിങ്ങനെ ചുളിവും അതുപോലെ ടാനൊക്കെ ഉള്ളവർക്ക് കേട്ടോ. ഞാനിപ്പോൾ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക, മുന്നേ ഇതുപോലൊരു വീഡിയോയിൽ നമ്മുടെ ടാൻ മാറാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ അവരെന്ത് ചെയ്തു, ആ ടാൻ എന്നുള്ള വാക്ക് റിമൂവ് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നാക്കി. അപ്പോൾ അത് കറുപ്പ് ഭയങ്കര ഇഷ്യൂ ആക്കി എന്നൊക്കെ ആയി ആ വീഡിയോയിൽ, പിന്നെ അങ്ങനെ ആക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചുളിവ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ. ഞാനെടുത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ വിശദീകരിച്ച് അതാണ് പറഞ്ഞത്, വേറെ ഒന്നല്ല. അപ്പോൾ നന്നായിട്ട് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാം. വേണമെങ്കിൽ എന്നല്ല, കഴുകേണ്ടി വരും, കാരണം നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റമാണ് ഈ കാണുന്നതെന്നൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ കൈക്ക് ഇങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയുക ടാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ കഴുകിയ ഒരു റിസൾട്ട് കാണിച്ചു തരണമെന്ന് മാത്രം. നിങ്ങൾ തീരെ അങ്ങനെ എന്താ പറയുക ശ്രദ്ധിക്കാതിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഇത് വരിക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൈമ വെച്ച് ഞാൻ കാണിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും. ഒരു കൈമ കുറച്ചൊരു ചുളിവുള്ള മാതിരിയും അപ്പുറത്തെ കൈമ നമുക്ക് ചുളിവ് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയ മാതിരിയും കാണാൻ പറ്റും കേട്ടോ. അതാ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്മൂത്ത്നെസ് കൂടിയ മാതിരിയും കുറച്ച് ബ്രൈറ്റ് ആയ മാതിരിയും കാണാൻ പറ്റും. അപ്പോൾ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ മാത്രം നമ്മുടെ കൈക്ക് ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു കെയറിങ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് ആയില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ കൈമത്തെ ചുളിവൊക്കെ പെട്ടെന്ന് മാറിയതുപോലെ തോന്നും. അതായത് ഈ കൈമ ചെയ്ത് ഇപ്പുറത്തെ കൈ നോക്കുമ്പോൾ ഇപ്പുറത്തെ കൈമ ചെറുതായിട്ട് ചുളിവ് മാതിരി. കാരണം വെച്ചാൽ നമുക്ക് ആ ഫാസ്റ്റ്ലി റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ എന്നും ചെയ്യൊന്നും വേണ്ട, മാസത്തിലൊരിക്കലോ ഒരു കെയറിങ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഡെയിലി ചെയ്ത് അങ്ങനെ ചെയ്യാൻ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ മാസത്തിലൊരിക്കൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പെറ്റാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്യാം. കാരണം നമുക്കിങ്ങനെ മാരേജ് ഒക്കെ അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മളെന്തെങ്കിലും ഭയങ്കര കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ടുള്ള വിശേഷങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ചുളിവുകളൊക്കെ നന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.